പട്ടികവർഗ കുടുംബങ്ങളോട് കെ.എസ്.ഇ.ബിയുടെ വിവേചനം. ലൈഫ് മിഷനിൽ വീട് ലഭിച്ച കുടുംബങ്ങൾക്ക് അർഹമായ രേഖകൾ ഉണ്ടായിട്ടും വൈദ്യുതി നൽകുന്നില്ലെന്നാണ് പരാതി. കാരശ്ശേരിയിലെ കുടുംബങ്ങൾക്കാണ് ഇനിയും വൈദ്യുതി ലഭിക്കാത്തത്. കോഴിക്കോട് കൂമ്പാറ സെക്ഷന് കീഴിലുള്ള കാരശ്ശേരിയിലാണ് പട്ടികവർഗ കുടുംബങ്ങൾക്ക് അർഹമായ ആനുകൂല്യം കെ.എസ്.ഇ.ബി നൽകുന്നില്ലെന്ന പരാതി ഉയർന്നത്. ലൈഫ് മിഷനിൽ വീട് ലഭിച്ച പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കാലക്കുഴി വീട്ടിൽ പ്രകാശനും കുടുംബവുമാണ് സർക്കാർ സമ്മാനിച്ച പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചിട്ടും രണ്ടാഴ്ചയായി ഇരുട്ടിൽ കഴിയുന്നത്. റേഷൻ കാർഡിൽ ട്രൈബൽ കുടുംബമെന്ന് രേഖപ്പെടുത്തിയിട്ടും സൗജന്യ വൈദ്യുതി നിഷേധിക്കാൻ മുടന്തൻ ന്യായങ്ങളാണ് കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥർ നിരത്തുന്നത്. BPL ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കാണ് നിലവിൽ 40 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുന്നത്. BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹതയുണ്ടെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ രേഖ ഉണ്ടായിട്ടും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥരുടെ നിലപാട്. സെക്രട്ടറിയുടെ സാക്ഷ്യപത്രത്തെ അവിശ്വസിച്ചുകൊണ്ടാണ് BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടെന്ന രേഖ കെ.എസ്.ഇ.ബി അധികൃതർ ആവശ്യപ്പെടുന്നത്. അവർക്ക് BPL കാറ്റഗറിയിലാണ് വൈദ്യുതി വേണ്ടത്. അപ്പം BPL കാറ്റഗറിയിൽ വൈദ്യുതി കൊടുക്കണമെങ്കിൽ നമുക്ക് പ്രോപ്പർ സർട്ടിഫിക്കറ്റ് വേണം. ഒന്നുകിൽ BPL സർട്ടിഫിക്കറ്റ് വേണം ഒന്നുകിൽ. അപ്പൊ ഈ അപേക്ഷിക്കുന്ന ആളെ പേരിൽ BPL സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ അവര് പ്രൊഡ്യൂസ് ചെയ്ത BPL സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത്, ഞങ്ങളല്ല കൂട്ടുകാരെ, BPL ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാരശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി അവരെ സീരിയൽ നമ്പർ വെച്ചിട്ട് അവര് സർട്ടിഫിക്കറ്റ് തരാണെങ്കിൽ ഞാൻ കൊടുക്കാം. എല്ലാ രേഖകളും ഉണ്ടായിരുന്നിട്ടും തങ്ങളെപ്പോലുള്ളവരെ ദ്രോഹിക്കുകയാണ് ചില ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെന്ന് കുടുംബം ആരോപിക്കുന്നു. അതായത് ഞങ്ങൾ ആദിവാസി കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും റേഷൻ കാർഡിൽ ട്രൈബൽ ഫാമിലി എന്ന സീലടിച്ച് സർട്ടിഫിക്കറ്റും ഒക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇതൊക്കെ കൊണ്ട് കാണിച്ചിട്ട് അവർ പല കാരണം പറഞ്ഞ് ഒഴിവാക്കുകയാണ്. ലൈഫിൽ കിട്ടിയ വീടാണ്. കറണ്ട് എല്ലാ രേഖകളും നമ്മളെ കയ്യിലുണ്ടായിട്ടും പിന്നെ ഇത് കറണ്ട് ശരിയാകുന്നില്ല. പിന്നെ എന്താ ഇത് പോരാന്നാ അവർ പറയുന്നത്. അമ്മ വീണിട്ട് 4 മാസമായി. രണ്ടാഴ്ചയിൽ കൂടുതലായി വാർഡ് മെമ്പർ അടക്കം വൈദ്യുതി ഓഫീസുകളിൽ കയറിയിറങ്ങിയിട്ടും ചില ഉദ്യോഗസ്ഥരുടെ പിടിവാശിയിൽ പ്രകാശന്റെ വീട്ടിൽ ഇതുവരെ പ്രകാശം എത്തിയിട്ടില്ല. ഈ വാർഡിൻ്റെ അകത്ത് ഈ ഇത്തരത്തിലുള്ള നിരവധിയായ ട്രൈബൽ കുടുംബങ്ങൾ ലൈഫ് വീട്, സർക്കാർ ലൈഫ് വീട് അനുവദിക്കുകയും വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ.എസ്.ഇ.ബി ചെല്ലുമ്പോൾ അവർ ഒന്നുമില്ലാത്ത രേഖകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ ഈ ട്രൈബൽ കുടുംബങ്ങളെ വല്ലാതെ വിഷമിക്കുന്ന സമീപനം കെ.എസ്.ഇ.ബി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിലവിൽ പഞ്ചായത്തിൽ നിന്നും BPL സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. BPL അർഹത ഉള്ളവരാണ് എന്ന് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്ത സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായിട്ടും 50,000 രൂപ താഴെ വേണമെന്നാണ് പറഞ്ഞത്. വില്ലേജിൽ നിന്ന് ഇപ്പം അങ്ങനെ കിട്ടില്ല. കാരണം അവരിന് മുമ്പ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങുന്നതുകൊണ്ട് അവർക്ക് ആ ആനുപാതികം വെച്ചാൽ കൊടുക്കാൻ കഴിയുള്ളൂ. പിന്നെ അവരുടെ ട്രൈബലിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, റേഷൻ കാർഡ് ട്രൈബൽ സർട്ടിഫിക്കറ്റാണ്. ഇതെല്ലാം കാണിച്ചിട്ട് പോലും ഇവർക്ക് ഏതെല്ലാം തരത്തിൽ ഇവർക്ക് വൈദ്യുതി ലഭിക്കാതിരിക്കാൻ വേണ്ട നടപടികളാണ് കെ.എസ്.ഇ.ബിയിലെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സാങ്കേതികമായ ചെറിയ അപാകതകൾ മാറ്റി നിർത്തിയാൽ നിലവിലുള്ള രേഖകൾ ഉപയോഗിച്ച് വൈദ്യുതി കണക്ഷൻ നൽകാമെന്നാണ് കെ.എസ്.ഇ.ബിയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. എത്രയും പെട്ടെന്ന് വൈദ്യുതി നൽകിയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.